ആമിക്കുട്ടിനെ വണ്ടി കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ ദേ മീൻ വാങ്ങാൻ വേണ്ടി പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല നല്ല മീനുകളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ അയലയും ചാളയുമാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ കൊണ്ടുവന്ന് മീനെല്ലാം വെട്ടി തേച്ച് കഴുകി വറുക്കാനുള്ള ചാളയൊക്കെ വരഞ്ഞ് അരപ്പൊക്കെ പൊത്തി കറി വയ്ക്കാനുള്ള അയില കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ വൈൻ കെട്ടാനുള്ള ഭരണി തട്ടും പുറത്തിരിക്കുന്നതായിരുന്നേ. അങ്ങനെ വേഗം കൊണ്ടുവന്ന് അതൊക്കെ തേച്ച് കഴുകിയിട്ട് വെയിലത്തോട്ട് ഉണക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഇപ്പം മീൻ കറി വെക്കണത്. അപ്പോൾ ദേ അരപ്പൊക്കെ കലക്കി കൂട്ടി മീൻ ഊട്ട് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചാള വറുക്കാനും അടപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ കട്ടിംഗ് ബോർഡ് ഒന്നും കൂടി എടുത്ത് പറയാനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. പിന്നെ ദേ വഴുതനങ്ങ താളിക്കാന്ന് കരുതിയിട്ടാ. ഞാൻ എപ്പോൾ വഴുതനങ്ങ മേടിച്ചാലും അതിൽ പുഴുവായിരിക്കേ. പക്ഷേ ഇന്ന് എന്തോ ഞാൻ എടുത്തതൊന്നും പുഴു ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതും ദേ കറിയാക്കി അടപ്പത്തോട്ടാക്കിയിട്ടുണ്ടേ. അങ്ങനെ മീൻകറിയുടെ ചാറൊക്കെ തിളച്ച് കുറുകി വന്നപ്പോഴത്തേക്കും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കറിയുടെ ഉപ്പും പുളിയും നോക്കിയിട്ട് അങ്ങോട്ട് തീ ഓഫാക്കി. വഴുതനങ്ങ കറിയുമായി ചാള വറുത്തതൊക്കെ ആയപ്പോഴത്തേക്കും വേഗം തന്നെ പ്ലേറ്റിൽ ചോറ് വിളമ്പി കഴിക്കാനിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ കുത്തരിയാണ് വെച്ചേക്കണത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ പെരിയാർ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ ഇവിടെ ആർക്കും ഒട്ടും പിടിച്ചില്ല കേട്ടോ. അതെങ്ങനെയും ഒന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ നടന്നേച്ചത്. അതെങ്ങനെയൊക്കെയോ തീർത്തെടുത്തിട്ട് ഇപ്പോൾ വേറെ അരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതാണെങ്കിൽ നമുക്ക് തുടർന്ന് മേടിക്കാം എന്നൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും ഞാനും ചേട്ടനും കൂടെ നേരെ മട്ടാഞ്ചേരി പാലസ് റോട്ടിൽ പോയി വൈൻ കെട്ടാനുള്ള മുന്തിരിയൊക്കെ വാങ്ങി. അപ്പം നാളെ നമുക്ക് വൈൻ കെട്ടണ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.